ഹായ് നമസ്കാരം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു സ്ട്രാറ്റജി വീഡിയോ ആണ്. ഇൻട്രാഡേ സ്ട്രാറ്റജി വീഡിയോ ആണ്. അപ്പോൾ സാധാരണ നമുക്ക് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക്, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്കുകളുടെ ഡയറക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സ്റ്റോക്കിൽ നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ഡയറക്ഷൻ ആക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും ആൾക്കാരും പറയുന്നത് ഒരു കാര്യം, നമ്മൾ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നേരെ താഴേക്ക് പോകും, സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ മുകളിലേക്ക് പോകും. അതായത് നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മിക്കവാറും പേർക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇത്. നമ്മൾ വാങ്ങുന്നതിൻ്റെ അല്ലെങ്കിൽ വിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമ്മൾ ഡയറക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാതെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അത്തരം ഒരു സ്ട്രാറ്റജിയാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അതാണ് നമ്മുടെ ടൈറ്റിൽ കാണുന്ന പോലെ ഡയറക്ഷൻലെസ് ഇൻട്രാഡേ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പം ഇത് എങ്ങനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം തന്നെ ഇതിനുള്ള റിക്വയർമെൻറ്റുകൾ പറയാം. ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് ശരിയായ രീതിയിൽ, നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ബ്രോക്കറുടെ ആവശ്യം വരും. നമുക്ക് 2 ഡിസ്കൗണ്ട് ബ്രോക്കറേജ് ആയിരിക്കും നല്ലത്. കാരണം ഇൻട്രാഡേയിൽ ഡിസ്കൗണ്ട് ബ്രോക്കറേജസിന് എമൗണ്ട് വളരെ കുറവാണ്. അതായത് ഫീസും ചാർജസും എല്ലാം വളരെ കുറവാണ്. അത് നമുക്ക് നമ്മുടെ പ്രോഫിറ്റിൽ കൗണ്ട് ആവുന്നതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് സെറോദയും അതുപോലെ അപ്സ്റ്റോക്സും വേണമെങ്കിൽ എടുക്കാം. അവരാണ് ലീഡിംഗ് ആയിട്ടുള്ള 2 ബ്രോക്കർമാർ. അപ്പോൾ ബ്രോക്കർ അക്കൗണ്ടൊക്കെ റെഡിയാക്കിയ ശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇൻട്രാഡേയിൽ നമ്മൾ രാവിലെ ആ ദിവസത്തെ ഹൈ വോളറ്റൈൽ ആയിട്ടുള്ള സ്റ്റോക്ക് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് നമ്മൾ നല്ല വോളറ്റിലിറ്റി ഉള്ള, അതായത് നല്ല മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്കുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ ആണ് നമുക്ക് ഈ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ ഡയറക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല, മറിച്ച് വോളറ്റിലിറ്റി, അതായത് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡിങ്ങിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുകയുള്ളൂ. അതിന് നമുക്ക് പല മാർഗ്ഗങ്ങളുണ്ട്. ഒന്നുകിൽ നമുക്ക് NSEയുടെ വെബ്സൈറ്റിൽ നമുക്ക് ടോപ്പ് ഗെയിനറും ടോപ്പ് ലൂസറും സ്റ്റോക്കുകൾ എടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ പെർസെൻറ്റേജ് മുകളിലേക്കോ താഴേക്കോ നിൽക്കുന്ന സ്റ്റോക്കുകൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ രാവിലെ നോക്കുമ്പോൾ പല സ്റ്റോക്കുകളും ഗ്യാപ്പ് അപ്പ് ആവാം, 6%, 7% ഗ്യാപ്പ് ആവാം. ചിലത് ഗ്യാപ്പ് അപ്പായി കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടാവാം. ചിലത് സ്ട്രോങ് ട്രെൻഡ് ആയിരിക്കും, ചിലത് ന്യൂസ് ഡ്രിവൻ സ്റ്റോക്കുകളായിരിക്കും. അങ്ങനെ പല രീതിയിൽ നമുക്ക് വോളറ്റൈൽ സ്റ്റോക്സ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ന്യൂസ് വരുന്ന ദിവസങ്ങളിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് സ്റ്റോക്ക്, സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസസോ, അല്ലെങ്കിൽ വേറെ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ആയിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം നമുക്ക് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നതനുസരിച്ചിട്ട്. ഇപ്പോൾ സപ്പോസ് SBI ആണ് അന്നത്തെ ദിവസത്തെ ഒരു ടോപ്പ് ഗെയിനർ എന്ന് വിചാരിക്കുക. ഒരു 7-8% SBI രാവിലെ അപ്പായി നിൽക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഡൗണായി നിൽക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ്, ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. പ്രൈസ് 105 രൂപയാണെന്ന് വിചാരിക്കുക. നമ്മൾ സാധാരണഗതിയിൽ ഈ സ്റ്റോക്ക് നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുക, നമ്മളൊരു 11 ക്വാണ്ടിറ്റിയാണ് നമ്മൾ വാങ്ങുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഒരു 11 എത്രയെങ്കിലും ഒരു ക്വാണ്ടിറ്റിയാണ്, ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. ഒരു ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങും അല്ലെങ്കിൽ വിൽക്കും. ഒരു ടേക്ക് പ്രോഫിറ്റ് ഇടും, ഒരു സ്റ്റോപ്പ് ലോസ് ഇടും. ഏതെങ്കിലും ഒന്ന് ഹിറ്റ് ചെയ്യും, ഒന്നുകിൽ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് റിസ്ക് കുറച്ചുകൊണ്ട് നമ്മളെ പ്രോബിലിറ്റി എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് നമ്മുടെ ഈ സ്ട്രാറ്റജി നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് ഡയറക്ഷൻ അറിയണം എന്നുള്ളത് വളരെ നിർബന്ധവുമില്ല. ഈ ബ്ലാങ്കായിട്ട് നമ്മളൊരു 11 ക്വാണ്ടിറ്റി മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ ട്രേഡ് ചെയ്തിട്ട് ഒരുമിച്ച് വലിയ ലോസോ അല്ലെങ്കിൽ വലിയൊരു പ്രോഫിറ്റ് എടുക്കുന്നതിന് പകരം നമുക്കിതിൻ്റെ പ്രോബിലിറ്റി കൂട്ടാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് ചെയ്യേണ്ടത്, നമ്മൾ 11 ക്വാണ്ടിറ്റി ഒരുമിച്ച് വാങ്ങുന്നതിന് പകരം ഈ എഴുതിയിരിക്കുന്ന ഇത് നോക്കുക. ബൈ ജസ്റ്റ് 1 ക്വാണ്ടിറ്റി ഇൻ എനി 1 ബ്രോക്കർ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ സെറോദയിൽ ആണെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ബൈ ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ സ്റ്റോക്ക് മുകളിലേക്ക് പോകും എന്നാണ് നമ്മൾ കരുതുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ ചെയ്യാം. ബൈ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ബൈ ചെയ്യുന്നത് 105 രൂപയ്ക്കാണ് ബൈ ചെയ്തത് എന്ന് വിചാരിക്കുക. അതിൽ നിന്ന് ഒരു നിശ്ചിത അകലം, അതായത് 105 ആണെന്ന് ഞാനിപ്പോൾ ഇവിടെ എക്സാമ്പിളാക്കി എടുത്തിരിക്കുന്നത് 102 ആണ്. ഒരു 3 രൂപ കുറച്ച് താഴേക്കാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് ഒരുപാട് കുറയാനും പാടില്ല, ഒരുപാട് കൂടാനും പാടില്ല. ആ ഒരു അകലെ എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആ സ്റ്റോക്കിനെ വാച്ച് ചെയ്യണം. നമുക്ക് മുകളിലേക്ക് സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് സാധാരണ മുകളിലേക്ക് കുറച്ച് പോകും, താഴേക്ക് കുറച്ച് ഇറങ്ങും, മുകളിലേക്ക് പിന്നും പോകും, താഴേക്ക് കുറച്ച് ഇറങ്ങും. അതായത് റീട്രേസ്മെൻറ്റ് ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ റീട്രേസ്മെൻറ്റ് എത്ര വരെ ആകുന്നു എന്നുള്ളത് നമ്മൾ അതിൽ വാച്ച് ചെയ്യണം. അതായത് ഇപ്പോൾ 100 രൂപ നിൽക്കുന്ന സ്റ്റോക്കിന് ഏകദേശം റീട്രേസ്മെൻറ്റ് 3% കുറവാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 3% റീട്രേസ്മെൻറ്റ് വെച്ചിരിക്കുന്നത്. ഇപ്പം
100 രൂപ പോയിട്ടൊരു ഇതിപ്പോൾ 3 രൂപയുടെ ഡിഫറൻസാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റോക്ക് നോക്കുമ്പോഴത്തേക്ക് കാണുകയാണ് 1 രൂപ 1.5 രൂപയൊക്കെ മാത്രമേ അത് താഴേക്ക് ഇറങ്ങുന്നുള്ളൂ. എന്നിട്ട് പിന്നെ മുകളിലേക്ക് പോവുകയാണ്. പിന്നെ ഒരു രൂപ 1.5 രൂപയൊക്കെ താഴേക്ക് ഇറങ്ങുന്നുള്ളൂ. എന്നിട്ട് മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു സീരീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1.5യോ അതിൽ കൂടുതലോ നമുക്ക് വയ്ക്കാം. ഒരുപാട് കൂടാനും പാടില്ല, ഒരുപാട് കുറയാനും പാടില്ല. അത് ഈ സ്ട്രാറ്റജിയുടെ സക്സസ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു 3 രൂപയാണ് വെച്ചിരിക്കുന്നത്. കാരണം 3 രൂപയൊക്കെ താഴേക്ക് നമ്മുടെ കാൽക്കുലേഷൻ എങ്ങനെയാണ്, 3 രൂപ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്കിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് കഴിഞ്ഞു പിന്നെ താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ആ ഒരു കാൽക്കുലേഷൻ. അപ്പോൾ ആ ഒരു ലെവൽ വെച്ചിട്ട് നമ്മൾ ചിന്തിച്ച് വേണം നമുക്ക് ട്രേഡ് ചെയ്യാം. നമുക്ക് കുറച്ച് നേരം സ്റ്റോക്ക് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും എത്ര രൂപയ്ക്ക് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു റിവൈസലാവാം എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു പൊസിഷൻ, ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ 50 ചിലപ്പോൾ സ്റ്റോക്ക് മുകളിലേക്ക് പോയിട്ട് ഒരു 50 പൈസ ആയിരിക്കും താഴേക്ക് ഇറങ്ങുന്നത്, എന്നിട്ട് പിന്നെ മുകളിലേക്ക് പോകും. ഇപ്പോൾ ഒരു 1.5 രൂപയൊക്കെ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അത് ഡീപ്പായിട്ടുള്ള ഒരു റീട്രേസ്മെൻ്റ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് പിന്നെ താഴേക്ക് പോകുന്നതായിരിക്കും. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. എന്നാലും നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ആ ഒരു ഡിസ്റ്റൻസിൽ നമുക്കിപ്പോൾ 105, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറെ ഒരാൾക്ക് 102 വയ്ക്കുന്ന 103 വയ്ക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ 103 വയ്ക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ചിരിക്കും. അത് നമുക്ക് അവസാനം ഞാനത് പറയാം. ഇനി 105 രൂപയ്ക്ക് ഒരു ഓർഡർ വാങ്ങിയ ശേഷം നമ്മൾ 3 രൂപ താഴെ 102 രൂപയ്ക്ക് ഒരു സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ വയ്ക്കണം. അതായത് നമ്മൾ ഫസ്റ്റത്തെ പൊസിഷൻ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു, അത് നമ്മൾ ഓർഡറിലാണ്. അത് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭം വരും. രണ്ടാമത്തെ പൊസിഷൻ ഒരു സെക്യൂരിറ്റി എന്നുള്ള ലെവൽ വെച്ചിരിക്കുകയാണ്. അതായത് 3 രൂപ താഴ്ന്ന് സ്റ്റോക്ക് 102 രൂപയിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ രണ്ടാമത്തെ പൊസിഷൻ അത് ആക്ടിവേറ്റ് ആവുള്ളൂ. ആ പൊസിഷൻ നമ്മൾ ഈ ഫസ്റ്റ് വയ്ക്കുന്ന ക്വാണ്ടിറ്റിയുടെ ഇരട്ടി വയ്ക്കണം. അതായത് ഒന്നാണ് നമ്മൾ ഫസ്റ്റ് വെച്ചിട്ടുള്ളതെങ്കിൽ ഇരട്ടി എന്ന് പറയുമ്പോൾ 2ആണ്, അത് വയ്ക്കണം. അത് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് വെച്ച്. അപ്പോൾ അഥവാ നമ്മുടെ കാൽക്കുലേഷൻ മുകളിലേക്ക് പോകുന്നുള്ള തെറ്റാണ്, താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 102 എത്തുമ്പോഴത്തേക്ക് ഈ 2 പൊസിഷന് കൂടി ട്രിഗർ ആവും. അപ്പോൾ ഒരു ബ്രോക്കറിൽ ഒരു പൊസിഷൻ അപ്പ് ആയിരിക്കും, ബൈ പൊസിഷൻ ആയിരിക്കും. അടുത്ത ബ്രോക്കറിൽ 2 സെൽ പൊസിഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു പൊസിഷൻ നമുക്ക് കൗണ്ടർ ചെയ്യാനും മറ്റൊരു പൊസിഷൻ പ്രോഫിറ്റ് തരാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നുകിൽ ഈ ഒരു സിനാരിയോയിൽ ഒന്നുകിൽ നമ്മുടെ ഫസ്റ്റ് പൊസിഷൻ മാത്രം ഹിറ്റായിട്ട് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും, സെക്കൻഡ് പൊസിഷൻ നമുക്ക് ഹിറ്റാവുകയില്ല. ആ ഒരു കേസിൽ നമുക്ക് പ്രോഫിറ്റ് തന്നെയായിരിക്കും. അല്ല, അവിടെ നമുക്ക് പ്രോഫിറ്റ് തരുന്നതിന് മുമ്പ് സ്റ്റോക്ക് ഡൗൺ ആയി 102 എത്തുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പൊസിഷനും ഹിറ്റാവും. രണ്ടാമത്തെ പൊസിഷൻ ഹിറ്റായി ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഥവാ ഇനി രണ്ടാമത്തെ പൊസിഷൻ ഹിറ്റാവുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ താഴേക്ക് തന്നെ സ്റ്റോക്ക് പിന്നീട് പോകും, അതല്ലെങ്കിൽ പിന്നും ഒരു ഡീപ്പ് റീട്രേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നും സ്റ്റോക്ക് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു കേസിൽ നമ്മൾ 102 എത്തുമ്പോഴത്തേക്കും 102 പൊസിഷൻ ഹിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് 105 തന്നെ ഒരു പുതിയ 2 പൊസിഷനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1, 2, 2, 2, 2 അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഓരോ പൊസിഷൻ നമ്മൾ ഹിറ്റായി മാർക്കറ്റ് ഓർഡർ ആവുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഈ പൊസിഷൻസ് മാറി കൊടുത്തുകൊണ്ടിരിക്കുക. ഞാനിത് ചാർട്ടിൽ വെച്ചിട്ട് ഞാൻ കറക്റ്റ് ഇത് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു നമ്മൾ പ്രോഫിറ്റ് വരുന്ന രീതി. പ്രോഫിറ്റ് ഓർഡേഴ്സ് വിൽ കൗണ്ടർ ലോസ് ഓർഡേഴ്സ്. അതായത് നമുക്ക് ഏത് ഡയറക്ഷനിലാണോ ഒരു ഡീപ്പായിട്ടുള്ള ട്രെൻഡ് എങ്ങോട്ട് വരുന്നു ആ ഒരു ഡയറക്ഷനിൽ ഉള്ള സ്റ്റോക്ക് പൊസിഷൻസ് ഹിറ്റായിട്ട് നമുക്ക് പ്രോഫിറ്റായിട്ട് പോകും. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഞാൻ ഈ ചാർട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യം മനസ്സിലാവും. ഇതാണ് SBIയുടെ സ്റ്റോക്ക്. ഇവിടെയാണ് 105 രൂപ എന്ന് പറയുന്നത്, ഇവിടെയാണ് ആ സ്റ്റോക്കിന് 102 രൂപ എന്ന് പറയുന്നത് എന്ന് വിചാരിക്കാം. നമ്മൾ ആദ്യം പ്ലേസ് ചെയ്ത ഓർഡർ ഇത് മാത്രമാണ്, ഒന്നാമത്തെ ഓർഡർ. ഈ ഒരു പൊസിഷൻ നമ്മൾ ബൈ ചെയ്തു. ഇത് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു 102 എത്താതെ തന്നെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് തന്നെ ആയിരിക്കും. പിന്നെ ഈ ഒരു പൊസിഷൻസ് ഒന്നും ഉണ്ടാവില്ല, ഈ ഒരു ഒന്നാമത്തെ പൊസിഷൻ മാത്രം നമുക്ക് പ്രോഫിറ്റിനായിട്ട് പോകും. നമുക്ക് ഏത് സ്ഥലത്താണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത് ആ സ്ഥലത്ത് വെച്ച് നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അല്ല, ഈ 105 എത്തിയ ശേഷം പ്രോഫിറ്റിൽ എത്തുന്നതിന് മുമ്പ് താഴേക്കാണ് പോയി 102 എത്തുന്നതെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ 2 പൊസിഷൻ ഇവിടെ ഇരിക്കുന്ന 102 ഇരിക്കുന്ന സെക്കൻഡ് ബ്രോക്കറേജിലിരിക്കുന്ന പൊസിഷൻസ് ഹിറ്റാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് താഴേക്ക് പോകുമ്പോൾ 2 പൊസിഷൻ പ്രോഫിറ്റിലും 1 പൊസിഷൻ ലോസിലും വരും. ഒരു നിശ്ചിത അകലം വരെ താഴേക്ക് പോകുമ്പോഴത്തേക്കും ഈ ഒരു 2 പൊസിഷൻ ഈ ഒരു പൊസിഷനേക്കാളും പ്രോഫിറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ ഓവറോൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രോഫിറ്റ് ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ രണ്ടാമത്തെ സിനോരിയാണ് ചെയ്യാമെന്നുണ്ടെങ്കിൽ മൂന്നാമത് ഈ ഒരു 105 എത്തില്ല, കുറച്ച് താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും, റിവേഴ്സിൽ വരും, നമുക്ക് പ്രോഫിറ്റ് ആ ഒരു ഓർഡറിൽ വരും. എന്നാൽ പിന്നും നമുക്ക് അത് സംഭവിച്ചില്ല. പിന്നും ഇവിടെ പ്രോഫിറ്റ് പോകുന്നതിന് മുമ്പ് തന്നെ 105 രണ്ടാമത് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ രണ്ടാമത് പിന്നെ ഒരു പൊസിഷൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പൊസിഷൻ ടോട്ടൽ 2, 1, 3 പൊസിഷൻ ഉണ്ടാവും. ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഇവിടെ ഇപ്പുറത്ത് 2 പൊസിഷനേ ഉണ്ടാവുള്ളൂ. ഇത് പിന്നും മുകളിലേക്ക് തന്നെ പോകുമ്പോഴത്തേക്കും 3 പൊസിഷൻ മുകളിലേക്ക് 2 പൊസിഷൻ
താഴേക്കുള്ളതായിരിക്കും. ഓവറോൾ മുകളിലേക്കാണ് സ്റ്റോക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് പിന്നും വരാൻ തുടങ്ങും. ഈ ഒരു പൊസിഷൻ്റെ അധികമുള്ള പൊസിഷൻ്റെ പ്രോഫിറ്റ് ഉണ്ടാകാൻ തുടങ്ങും. എന്നിട്ട് പിന്നും താഴേക്ക് പോയി പിന്നും 102 ഇടയ്ക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷൻ പിന്നും താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ ആ ഒരു കേസിൽ 4 പൊസിഷൻ നമുക്ക് പ്രോഫിറ്റിലും 3 പൊസിഷൻ നമുക്ക് ലോസിലും വരും. ഇനി അതുമല്ല പിന്നെയും മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 105 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പിന്നെ ഒരു 2 പൊസിഷനും കൂടി നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു പൊസിഷൻ ടോട്ടലാകുമ്പോൾ 2, 2, 4, 1, 5 പൊസിഷൻസ് ആവും മുകളിലേക്കും, 2, 2, 4 പൊസിഷൻസ് മാത്രം താഴേക്കും പോകുന്നതാവും. ഇത് നമുക്ക് ലോസിലായിരിക്കും, ഇത് ഇത്രയും നമുക്ക് പ്രോഫിറ്റിലായിരിക്കും. അങ്ങനെ എന്നാലും ഒരു ഓർഡറിൻ്റെ ഒരു ക്വാണ്ടിറ്റി കൂടുതൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മുകളിലേക്ക് പിന്നും പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ ഈ 105 എത്തുന്നതിന് മുമ്പ് തന്നെ പിന്നും ആ ഒരു പ്രോഫിറ്റിൽ എത്തുന്നതിന് മുമ്പ് പിന്നെ 102 ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ പൊസിഷന് കൂടി ഹിറ്റാവും. അതായത് ടോട്ടൽ ഈ സൈഡിൽ 2, 4, 6 പൊസിഷൻ, ഇവിടെ 2, 2, 4, 1, 5 പൊസിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നും താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇത് പിന്നും കറങ്ങി ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ലോസ് ആയിരിക്കും. കാരണം 6 പൊസിഷൻ നമുക്ക് കൗണ്ടർ ചെയ്യാൻ 5 പൊസിഷൻ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമുക്കിത് എത്ര വേണമെങ്കിലും ആഡ് ചെയ്ത് പോകാം. പക്ഷേ നമ്മൾ എത്ര വേണോ ആഡ് ചെയ്ത് പോകരുത്. നമുക്ക് മാക്സിമം ലോസ് വരുന്ന നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഈ 11 എന്ന് പറഞ്ഞതിന് കാരണം ഈ ഒരു 5 പൊസിഷനും ഈ ഒരു 6 പൊസിഷനുമാണ്. ആ 11നെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഓർഡർ അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരു ഓർഡർ കൊടുക്കുന്നതിനേക്കാളും ആ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോസ് വരാനുള്ള ചാൻസ് കുറവായിരിക്കും, അതുപോലെ പ്രോഫിറ്റ് വരാനുള്ള ചാൻസും കുറവായിരിക്കും. പക്ഷേ നമുക്ക് പ്രോബബിലിറ്റി കൂട്ടാനായിട്ട് പറ്റും. കാരണം നമുക്ക് ഇത്രയും ഒരു സമയം നമുക്ക് പ്രോബബിലിറ്റിക്ക് കിട്ടും. നമുക്ക് ഒരുപാട് ചാൻസസ് കിട്ടും. ഒരു 2, 3, 4, 5 ചാൻസസ് നമുക്ക് എക്സ്ട്രാ കിട്ടും. അത് ഏതെങ്കിലും ഒരു ചാൻസസിൽ നമുക്ക് ആ ഒരു സ്റ്റോക്ക് ഏതെങ്കിലും ഒരു വളരെ വലിയൊരു സ്ട്രെങ്ത് പിടിച്ചിട്ട് ആ ഒരു ഡയറക്ഷനിലേക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റതിനേക്കാളും ഒറ്റ പ്രോബബിലിറ്റിക്ക് പകരം ഒരു 5, 6 പ്രോബബിലിറ്റി നമുക്ക് കൂടുതലായിട്ട് കിട്ടും സക്സസ് ആവാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രാധാന്യം. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്യാപ്പ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗ്യാപ്പ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും വളരെയധികം ശ്രദ്ധിച്ച് വേണം ഗ്യാപ്പ് സെലക്ട് ചെയ്യാൻ. ആ ഗ്യാപ്പിനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളത്. ഗ്യാപ്പ് കൂടുന്തോറും നമുക്ക് ലോസ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഗ്യാപ്പ് കുറയും തോറും നമുക്ക് ആ ഒരു പൊസിഷൻ ഇടയ്ക്കിടയ്ക്ക് ഹിറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ അത് വോളറ്റിലിറ്റി മനസ്സിലാക്കിയ ശേഷം മാത്രം നമുക്ക് ട്രേഡ് ചെയ്യുക. അത് മാത്രമാണ് നമ്മൾ ഈ സ്റ്റോക്കിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ആദ്യമൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രം ചെയ്യുക. ഈ 1 എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ 11 ആക്കാം, 111 ആക്കാം, ഏതിലാണോ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ്റെ ഇരട്ടി ആയിരിക്കണം ഇവിടെ വരുന്നത്. ആ ഇരട്ടി തന്നെയാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്ത് പോകേണ്ടത്. അതുപോലെ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് പ്രീ പ്ലാൻ എവരിത്തിങ്. എല്ലാം നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത്, അതായത് ഈ ഒരു കാര്യങ്ങളെല്ലാം എത്ര രൂപ എവിടെ വരും, എങ്ങനെ വരും എന്നുള്ള കാര്യം, എത്ര സ്ട്രീക്ക് നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രീ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ പ്രീ പ്ലാൻ ചെയ്തിട്ട് എത്ര വരെ എത്തുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇത്രയും വരെ കൊണ്ടുപോകണമെന്നില്ല. നമുക്കിപ്പോൾ ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങിച്ചു, അത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ല. അങ്ങനെയാണ് ഈ ഒരു പൊസിഷൻ കൂടി നമ്മൾ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ മുകളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ പിന്നെ പുതിയ പൊസിഷൻസ് വേണമെങ്കിൽ എടുക്കാതിരിക്കാം. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ സേഫാണ്. പ്രോബബിലിറ്റി ഒരു സ്റ്റെപ്പ് കൂടി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്നാലും നമുക്ക് സേഫ് കൂടുതലാണ്. നമുക്ക് നഷ്ടം വരാൻ പറ്റില്ല. മാത്രമല്ല നമ്മൾ സ്പ്ലിറ്റിങ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റും ലോസും അതിനനുസരിച്ച് കുറച്ചുകൂടെ കൂടും. അതിന് പകരം നമുക്ക് സ്പ്ലിറ്റിങ് കുറച്ച് കൂട്ടി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഒറിജിനൽ പൊസിഷനെ കൂടുതൽ സ്പ്ലിറ്റാക്കി താഴേക്ക് നമ്മൾ ഈ ഒരു ലെവല് കൂട്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോബബിലിറ്റി അത്രയും കൂടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഓരോരുത്തരുടെ കാര്യങ്ങൾ വ്യത്യാസമായിരിക്കും. നമുക്ക് പ്രോബബിലിറ്റിയാണോ കൂടുതൽ വേണ്ടത്, അതോ പ്രോഫിറ്റും മറ്റു കാര്യങ്ങളാണോ കൂടുതൽ വേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. അത് സ്റ്റോക്കിനനുസരിച്ച്, സാഹചര്യങ്ങൾക്കനുസരിച്ച് ശ്രദ്ധിച്ച് വേണം നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്, യൂസ് എ സ്മാൾ പോർഷൻ ഓഫ് യുവർ അക്കൗണ്ട് ഓൺലി. അതായത് നമ്മളിപ്പോൾ ഒരു 100% നമുക്കൊരു അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ല, നമ്മുടെ അക്കൗണ്ടിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി മുഴുവനായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യരുത്. കാരണം നമുക്ക് അഥവാ ഈ ഒരു പോസ്റ്റ് സിനോരിയസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മുഴുവനായിട്ട് നമ്മുടെ അക്കൗണ്ട് പോകാനുള്ള സാധ്യത ഉള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ചെറിയൊരു പോർഷൻ തന്നെ അക്കൗണ്ടിൽ യൂട്ടിലൈസ് ചെയ്യാൻ പാടുള്ളൂ ഈ ഒരു സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ, ദിസ് സ്ട്രാറ്റജി ഇൻക്രീസ് ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഓൺലി. അതായത് ഈ ഒരു സ്ട്രാറ്റജി
നമ്മുടെ സക്സസിൻ്റെ പ്രോബബിലിറ്റി ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളെ പൊസിഷൻസ് ഒക്കെ ഏകദേശം സെയിമാണ്. റിസ്ക്കും നമ്മൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക്കും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വേണ്ടത് അതാണ്. നമ്മൾ സ്റ്റോക്ക് ട്രേഡിങ്ങിൽ വേണ്ടത് പ്രോബബിലിറ്റി ഇൻക്രീസ്മെൻ്റ് ആണ്. അതായത് നമുക്ക് സക്സസ് ആവാനുള്ള സാധ്യത എത്ര കൂട്ടാൻ പറ്റുമോ അത്രയും കൂട്ടുക. അത് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണം നമുക്ക് ഈ സ്ട്രാറ്റജി അങ്ങനെ വേണം കാണാനായിട്ടുള്ളത്. അതല്ലാതെ എല്ലാ സ്റ്റോക്കിലും എങ്ങനെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് നോക്കിയിട്ടല്ല നമ്മൾ ട്രേഡ് ചെയ്തത്. അതായത് എല്ലാ സ്റ്റോക്കിലും ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുമെന്ന് വിചാരിക്കരുത്. വോളറ്റൈലായിട്ടുള്ള നല്ല സ്റ്റോക്കുകൾ മാത്രം ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യുക. അടുത്ത് സ്റ്റോക്ക് സെലക്ഷൻ ആൻഡ് റീഡിങ് വോളറ്റിലിറ്റി ആണ് ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മുടെ സ്റ്റോക്ക് സെലക്ഷനും വോളറ്റിലിറ്റി എത്ര ഉണ്ട്, ആ ഒരു ഗ്യാപ്പ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വോളറ്റിലിറ്റി എങ്ങനെയാണ് എന്നുള്ള സ്റ്റോക്കിൽ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ടു ഓർഡേഴ്സ് പ്ലേ എ വൈറ്റൽ റോൾ. അതായത് ആ ഗ്യാപ്പ് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്ട്രാറ്റജിയെ ബ്രേക്ക് ചെയ്യുന്നതും. അതായത് നമുക്ക് ആ ഗ്യാപ്പ് എത്ര ഇടുന്നു എന്നതിനനുസരിച്ച് നമ്മുടെ സെക്കൻഡ് പൊസിഷൻ ട്രിഗർ ചെയ്യുന്നതും ഇടയ്ക്കിടയ്ക്ക് ട്രിഗർ ചെയ്യാത്ത ഗ്യാപ്പിനനുസരിച്ചായിട്ട് ഇരിക്കുന്നത്. ആ 105, 103 എന്നുള്ള ആ ഗ്യാപ്പ്. അതുപോലെ മേക്ക് ഓൺലി സ്മാൾ സ്ട്രീക്സ്. അതായത് സ്മാൾ സ്ട്രീക്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. ഇപ്പോൾ ഒരു സ്റ്റോക്ക് ഒരു പൊസിഷൻ നമ്മൾ പർച്ചേസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് അത് ഹിറ്റ് ചെയ്തില്ലെങ്കിൽ രണ്ടാമത്തെ പൊസിഷൻ എടുത്തു, അതുപോലെ മൂന്നാമത്തെ പൊസിഷൻ എടുത്തു. അതുപോലെ ഞാനിപ്പോൾ കുറച്ചുകൂടെ വലിയ സ്ട്രീക്കാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെറിയ സ്ട്രീക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നല്ലത്. ഒരുപാട് പ്രോബബിലിറ്റി കൂട്ടി പോകരുത്. നമുക്കൊരു സാധനം റോങ് ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മാക്സിമം ലോസ് കുറഞ്ഞ് കിട്ടും. വലിയ ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും സേഫ്. അതും ക്ലോസ് ദ പൊസിഷൻ ആൻഡ് എക്സിറ്റ് ആർലി. അതായത് പ്രോഫിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊസിഷൻസ് ക്ലോസ് ചെയ്തിട്ട് നേരത്തെ തന്നെ നമുക്ക് എക്സിറ്റ് ആവാം. കാരണം ഇതിലൊരു മാനുവൽ ആയിട്ടായിരിക്കും നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്. പ്രോഫിറ്റ് നമ്മൾ സ്റ്റോപ്പ് ലോസോ ടേക്ക് പ്രോഫിറ്റോ ഇടാറില്ല. കാരണം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് കൺഫ്യൂസിങ് ആയിരിക്കും. നമ്മുടെ പ്ലാറ്റ്ഫോം ഒരുപാട് കൺഫ്യൂസിങ് ആയിരിക്കും. മറ്റത് നമ്മൾ ഒരു ബ്രോക്കറേജിൽ നമ്മൾ ബൈ ഓർഡർ മാത്രം കൊടുക്കുന്നു, വേറൊരു ബ്രോക്കറേജിൽ സെൽ ഓർഡർ മാത്രം കൊടുക്കുന്നു, അത് MIS ഓർഡറായിട്ട് മാത്രം കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെയും നമുക്ക് കുറച്ചുകൂടി ഈസി ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ബ്രോക്കർ തരുന്ന ഓരോ സ്റ്റോക്കിനും തരുന്ന നമ്മളെ MIS മൾട്ടിപ്പിൾ എത്രയാണെന്ന് കൂടി നോക്കണം. അപ്പോൾ നമുക്ക് മാക്സിമം എക്സ്പോഷർ കിട്ടും. അതുകൂടി വെച്ചിട്ട് വേണം നമ്മളെ ടോട്ടൽ അക്കൗണ്ടിൻ്റെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാൻ. ഇതൊക്കെയാണ് ഈ ഒരു സ്ട്രാറ്റജിയിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ബിഗിനേഴ്സിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. എല്ലാവരും യൂസ് ചെയ്തിട്ട് ചെറിയ അക്കൗണ്ട് ഉപയോഗിച്ച് യൂസ് ചെയ്ത് നല്ല സ്റ്റോക്ക് സെലക്ഷൻ ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു പ്രോബബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി. അതുപോലെ തന്നെ ഈ ബിഗിനേഴ്സിന് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സ്റ്റോക്കുകളുടെ ബിഹേവിയറൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി കൂടിയാണ് ഇത്. അപ്പോൾ ശരി, ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നോലോ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡയറക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാത്ത ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസും ഉണ്ട്. അത് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതുകൂടി കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഓക്കെ.